ഇന്ന് ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? എന്ത് പരിപാടി? വൈകിട്ട് എല്ലാവർക്കും വേണമെങ്കിൽ പുറത്തൊന്ന് പോവാം. ശ്ശേ. ചെറിയൊരു ഷോപ്പിംഗ് നടത്താം. എന്തേ? റോയ്ച്ച ക്രിസ്മസ് ആയിട്ടും ഒരു ഷോപ്പിങ്ങോ? പിന്നെന്താ വേണ്ടേ? നമുക്ക് നല്ല ഡിന്നറും ക്രിസ്മസ് ട്രീയും ഒക്കെ ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണോ? നിങ്ങളൊരു അച്ചായനാണോ? ഇതൊക്കെ ഇല്ലാതെ എന്താ ക്രിസ്മസ്? നമ്മളൊരു സ്റ്റാർ പുറത്ത് തൂക്കിയിട്ടുണ്ടല്ലോ, അതൊക്കെ പോരെ? പോരാ, ഇത് നമ്മൾ ആദ്യത്തെ ക്രിസ്മസ് അല്ലേ, ഇത് നമുക്ക് അടിച്ചു പൊളിക്കണം. എന്നാ ശരി, നിങ്ങൾ ഡിന്നർ ഉണ്ടാക്കിക്കോ. എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, ഞാൻ പുറത്ത് പോകുമ്പോ വാങ്ങിച്ചിട്ട് വരാം. എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് എന്താ റോയിച്ച ഉണ്ടാക്കുന്ന ഇവരല്ലേ? അതേടാ, നീ തന്നെ ഇത് പറ. എല്ലാ ദിവസവും വെട്ടി വിഴുങ്ങുമ്പം ഇതൊന്നും ഓർക്കാറില്ലല്ലോ. അല്ലെങ്കിൽ ഈ ആമ്പിള്ളേർ ഇങ്ങനെ തന്നെയാ. ഒരു സാധനം ഉണ്ടാക്കാൻ അറിയില്ല, ഉണ്ടാക്കിയ സാധനത്തിൽ കുറ്റവും പറയും. സാർ അങ്ങനെ പറയരുത്. നന്നായി കുക്കിംഗ് അറിയാവുന്ന ആണുങ്ങളും ഉണ്ട്. ഇപ്പോ നമ്മുടെ ഇടയിൽ തന്നെ നോക്കിയാൽ നന്നായി കുക്കിംഗ് അറിയാവുന്ന ഒരു ആൺകുട്ടി ഉണ്ടല്ലോ. അതാരാ? ഞാൻ തന്നെ. എന്നിട്ട് ഇതുവരെ കിച്ചണിൽ കയറി കണ്ടിട്ടില്ലല്ലോ. അത് പിന്നെ ഞാൻ എപ്പോഴും ബിസി ആയിരിക്കുന്നുണ്ടല്ലേ. റോയ്ച്ച, എന്തിനാ റോയ്ച്ച പുളു അടിക്കണത്? കുക്കിങ്ങില് ഞങ്ങള് ഗേൾസിനെ ബീറ്റ് ചെയ്യാൻ വേറെ ആരുമില്ല. അങ്ങ് പള്ളി ഉണ്ടാക്കോടി ഉണ്ടാക്കും. നീ ഒന്നും ഇനി കിച്ചണിലേക്ക് കാലുകുത്തി പോരുത് കേട്ടാ. ആഹാ, നമുക്കത് കാണാം. കാണാനൊന്നുമില്ല. നീയൊക്കെ ഇന്ന് ഷോപ്പിങ്ങിനെ എവിടെ വേണോ വെക്കോ. ഞങ്ങളിന്ന് ഡിന്നർ ഉണ്ടാക്കി വെക്കുമ്പോ കഴിക്കാൻ ഇങ്ങ് വന്നാ മതി കേട്ടാ. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ സാറാ, നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം. നിങ്ങൾ അപ്പോ ക്രിസ്മസ് ട്രീയോ? ഏതായാലും അക്കാര്യം ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് നീ തന്നെ ഉണ്ടാക്ക്. ഇവന്റെ ക്രിസ്മസ് ട്രീ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സാന്റക്ലോസ് എന്നെ പേടിച്ചോളൂ. ഓടി, ഞാൻ നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ ഉണ്ടായി കാണിച്ചു തരാം. നിങ്ങളൊക്കെ അത് കണ്ട് ഞെട്ടും. ആ കാര്യത്തിൽ പിന്നെ നമുക്ക് ഒരു സംശയമില്ല. നിങ്ങൾ അവനെ കളിയാക്കൊന്നും വേണ്ട. ഒന്നുമില്ലെങ്കിൽ അവനൊരു കലാകാരനല്ലേ. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയിട്ട് വരുമ്പം ഡിന്നറും ക്രിസ്മസ് ട്രീയും ഒക്കെ റെഡി ആയിരിക്കുമല്ലോ. ഓക്കെ മാഡം, പക്ഷെ നിങ്ങൾ പോയിട്ട് വരുമ്പോഴേ ഒരു കേക്ക് വാങ്ങിക്കൊണ്ട് വരണം. ഇനി അതും പറ്റത്തില്ല എന്ന് പറയരുത്. അത് ഞങ്ങൾ ഏറ്റു. പൊക്കോ. കർത്താവിനറിയാം. എടാ അന്റെ നീ ക്രിസ്മസ് ട്രീ കുളമാക്കോ? എടാ, ഞാൻ നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കൂടാ. പിന്നെ നിങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ടാവില്ലേ? ലാലേട്ടൻ പറയണ മാതിരി നിങ്ങളില്ലാതെ എനിക്ക് എന്താ ആഘോഷം? അയ്യോ റോയിച്ച, എനിക്ക് ലാലേട്ടൻ ഒരു ഡയലോഗ് ഓർമ്മ വരുവാ. ക്രിസ്മസ് ഒക്കെ അല്ലേ, വൈകിട്ട് എന്താ പരിപാടി? ഓടാ. അയ്യോ, ഭയന്നു പോയി. ഓടട്ടെ. മതിയാ. പത്രം വായിച്ചേ. എന്താണ് അത്ര ചിരിക്കാൻ? ഏയ്. എന്നാലും നീ എന്ത് പരിപാടിയാടാ കാണിച്ചത്? ഞാനെന്ത്? നീ എന്തിനാ സാറേ കയറി വെല്ലുവിളിക്കാൻ പോയത്? അത് റോയിച്ചല്ലേ തുടങ്ങി വെച്ചത്. എന്ന് വെച്ച് ഞാൻ ഡിന്നർ ഉണ്ടാക്കുന്നു അവളുടെ അടുത്ത് ചാടി കയറി പറയാൻ നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ? ഞാനത് പറഞ്ഞ് റോയിച്ചന്റെ അഭിമാനം കാത്തില്ലേ. അഭിമാനം വെച്ച് ഡിന്നർ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ റോയ്ച്ചന് ശരിക്കും കുക്കിംഗ് അറിയില്ല? അത് പിന്നെ അറിയാതെ. പക്ഷെ അത് കുറച്ചു വർഷം മുമ്പുള്ള കുക്കിംഗ് സ്റ്റൈലല്ലേ, ഇപ്പൊ ചെയ്താൽ ശരിയാവില്ല. അതാ. അതെന്താ, കുക്കിങ്ങിനുണ്ടോ ജനറേഷൻ ഗ്യാപ്പ്? അതല്ല, അതൊക്കെ ഞാൻ മറന്നു തുടങ്ങി. അതാ. അപ്പൊ ഇന്നത്തെ ഡിന്നർ ഏതായാലും കൊളാവൂന്ന് ഉറപ്പായി അല്ലേ റോയിച്ച? അല്ല, നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവല്ലോ അല്ലേ? ഞങ്ങളാ? ഇന്നാ പാറുവിന്റെയും സാറയുടെ മുന്നിൽ നാണം കെടുവല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എല്ലാത്തിനും കാരണം നീയാ. ഒരു ഐഡിയ. എന്റെ കയ്യിലൊരു കുക്കിംഗ് ബുക്ക് ഉണ്ടായിരുന്നു, ഞാനതൊന്ന് തപ്പി നോക്കട്ടെ. എടാ, നീ തപ്പുമ്പോ കൊളത്തൂരാൻ സാറിന്റെ സിനിമയിലെ നായകന്മാരും വില്ലന്മാരും എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, അതും കൂടെ തപ്പോ. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നിന്റെ കോപ്പിലെ സിനിമാ തമാശ പറയരുത്. ഞാൻ പോയിട്ട് വന്നിട്ട് തരാട്ടാ. എടാ, കിട്ടി റോയിച്ച, കിട്ടി. ഇന്ന് അവളുമാര് പാഠം പഠിപ്പിക്കാനുള്ള സാധനം ഉണ്ട്. എടാ, അതിന്റെ അകത്ത് വല്ല ക്രിസ്മസ് സ്പെഷ്യൽ ഉണ്ടോ നോക്കോ. ഇതിനകത്ത് ക്രിസ്മസ് സ്പെഷ്യൽ ഒന്നും ഉണ്ടാകത്തില്ല. ഫിഷ് ബിരിയാണി. അയ്യേ, അത് ഞമ്മളെ കോഴിക്കോടുകാരെ സ്ഥിരമായിട്ടല്ലേ. ആനന്ദേ, നീ ഒന്നും ഉണ്ടായിരുന്നേ. ഫിഷ് ബിരിയാണിക്ക് ഫിഷ് ബിരിയാണി. നീ അതിനെന്തൊക്കെയാ വേണ്ടെന്ന് വെച്ച് ഞാൻ എഴുതിയെടുത്ത്. ഉച്ചയ്ക്ക് ഏതായാലും ഉണ്ണം പുറത്തു പോകുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് മേടിക്കാം. സുനിലെ, കാര്യങ്ങളൊക്കെ നോക്കണേ. ബൈ. പോവാം. ഏതായാലും മുട്ടം പണി നമ്മൾ അവർക്ക് കൊടുത്തത്. എനിക്കറിയായിരുന്നു ബോയ്സിന് താത്തി പറഞ്ഞ ടോണി ചാടി വീഴുവെന്ന്. അപ്പൊ നീ അറിഞ്ഞോണ്ടാണ് ഇതൊക്കെ ചെയ്തത്? പിന്നെ അല്ലാതെ, ഒരു ഫുൾ ഡേ ഫ്രീ കിട്ടാൻ വേറൊരു വഴി ഞാൻ കണ്ടില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു മോളെ. കം, രാത്രി അങ്ങ് ചെല്ലുമ്പോ അറിയാം എന്തൊക്കെയാ കാട്ടി കൂട്ടിരിക്കുന്നെന്ന്. അല്ല, റോയ്ച്ചന് ശരിക്കും കുക്കിംഗ് അറിയോ? അറിയായിരിക്കും. കുറെ കാലം പുള്ളി ഒറ്റയ്ക്ക് താമസിച്ചിരുന്നല്ലേ. ആണോ? ഡിന്നർ നന്നായ പിന്നെ ടോണി നമ്മളെ ചെവി തല കേൾപ്പിക്കില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ ആനന്ദ് അവിടെ ഉള്ളതാ എനിക്ക് ഏക പ്രതീക്ഷ.
പിന്നെ നമുക്ക് എന്തൊക്കെയാ വാങ്ങിക്കേണ്ടത്? ഇത് നോക്ക്, റോയ്ച്ച് നമുക്ക് കാർഡ് തന്നിട്ടുണ്ട്. ടണ്ടടൈ. ഉമ്മ സാറാമേ ഉമ്മ. ആദ്യം നമുക്ക് പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. ഞാൻ കുറച്ച് പുതിയ ഡിസൈൻസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് 2 ഡംബിൾസ് വാങ്ങിക്കണം. ഈയിടെയായിട്ട് ഞാൻ വളരെ ഹൈ കാലറി ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. തീരെ എക്സസൈസും ചെയ്യുന്നില്ല. ആ ബെസ്റ്റ്. ആ ഡംബിൾസ് ആയിട്ട് അങ്ങ് ചെന്നാ മതി. റോയ്ച്ച് ഞാൻ ഡംബിൾ എടുത്ത് തലയടിക്കും.